ഇന്ന് മെയ് മാസം 1-ാം തീയതി വ്യാഴാഴ്ച ദിവസം. ഈ 9 നാളുകാർക്ക് രാജയോഗം പിറക്കാൻ പോവുകയാണ്. ഇവർക്ക് രാജയോഗത്താൽ ഇവരുടെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നു. കഷ്ടതകൾ ധാരാളം അനുഭവിക്കുന്ന ഇവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടോ എന്ന് പോലും സംശയിച്ചു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ലഭിക്കുന്ന ഒരു അവസരം തന്നെയാണ്. ജ്യോതിഷവശാൽ ഏറ്റവും അധികം ഗുണം നൽകുന്ന 2 ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. രാഹുവും കേതുവും അനുകൂലമാകുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഇവരുടെ ദുരിത ജീവിതത്തിന് ശമനമായി ഇനി രാജയോഗത്താൽ ജീവിക്കും ഈ നക്ഷത്ര ജാതകർ. കാലഭൈരവ വഴിപാട് നടത്തണം ഈ നക്ഷത്ര ജാതകർ. കാലഭൈരവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോകണം. അവിടെ കുരുമുളക് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കണം. ഇവരുടെ ദുഃഖത്തിന് ശമനം വന്നു ചേരും. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം. എത്ര വലിയ ദുഃഖവും ഒഴിയും. ദേവീഭക്തരായ നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിലും പോകണം. അവിടെ കുങ്കുമാർച്ചന, ബഗ്ലാമുഖി, ചുവന്ന പട്ട്, ചുവന്ന പൂക്കൾ ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓരോ ജാതകനും പല വിധത്തിലുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. ചിലർക്ക് ചില കാലങ്ങളിൽ വളരെയേറെ ദുഃഖങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെ സന്തോഷപ്രദമായ കാലഘട്ടമായിരിക്കും ആ ഒരു സമയത്തുണ്ടാകുക. എന്നാൽ ഇന്നിവിടെ പറയുന്ന 9 നാളുകാർക്ക് രാജയോഗമാണ്. ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയുന്നു. ഇനി ഇവർക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ്. കൃഷ്ണ ഗോവിന്ദ രാമ എന്ന് ജപിക്കുക. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും. ജീവിതത്തിൽ എത്രമാത്രം സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ്. ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അനുകൂലമായ രാശികളിൽ ഗ്രഹങ്ങൾ ബലവാനായി നിന്നാൽ പല വിധത്തിലുള്ള ശുഭഫലങ്ങൾ ലഭിക്കുമെന്നാണ്. ദാമ്പത്യ ജീവിതത്തിൽ ജീവിതം തകർന്നു എന്ന് വിചാരിച്ചിരിക്കവേ ഒരു പുനർവിവാഹത്തിലൂടെ അത്ഭുതകരമായ രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കുവാൻ കഴിയുക. അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവിക സ്വത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുക. എത്ര ചികിത്സ ചെയ്തിട്ടും കുട്ടികളാകാത്തവർക്ക് മനോദുഃഖമൊക്കെ മാറി അത്ഭുതകരമായ ഒരു കുട്ടി ജനിക്കുക. ഉയർന്ന ശമ്പളമുള്ള ഒരു സ്ഥിര വരുമാന ജോലി ലഭിക്കുക. സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാവും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഈ 9 നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഇവരുടെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇനി ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയധികം ഉയർച്ചയാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ്. നാളെ വെള്ളിയാഴ്ചയാണ്. പ്രത്യേക പൂജയുണ്ടാകും. നാളെ ഗണപതി ഹോമവുമുണ്ട്. നമ്മുടെ പൂജയിൽ പങ്കെടുത്ത ഒരുപാട് പേർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നു, ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നാളെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. പറഞ്ഞ പ്രകാരം ക്ഷേത്രദർശനം നടത്തുക, വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ശിവസന്നിധിയിലും ദർശനം നടത്തുക. നരസിംഹമൂർത്തിയെയും പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പാടുകൾ അനുഭവിച്ച നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മേടരാശിക്കാർ തന്നെയാണ്. മേടരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ തന്നെയായിരുന്നു. ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഒരു പുനർജന്മം ആരംഭിക്കാൻ പോവുകയാണ്.
ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയാൻ പോവുകയാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാനുണ്ട്. ഒരുപാട് പേർ നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഒരുപാടിടത്ത് നിങ്ങൾ പുച്ഛിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാടിടത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറി മേടരാശിക്കാരായ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകൾ തന്നെയാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ സമ്പത്തിലേക്ക് പായും നിങ്ങൾ. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാവും ഇനി നിങ്ങൾക്ക് സംഭവിക്കുക. ഉന്നത വിദ്യാഭ്യാസം, മത്സര പരീക്ഷകളിൽ വിജയം, ധാരാളം ധനം വന്നു ചേരുക, ജീവിതത്തിലെ സകല സമസ്ത മേഖലകളിലും വിജയിക്കാൻ കഴിയുക. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. കൃഷ്ണ ഗോവിന്ദ രാമ എന്ന് ജപിക്കുക. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറും. ശിവസന്നിധിയിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ധാര, പിൻവിളക്ക്, കൂവളമാല, മഹാമൃത്യുഞ്ജഹോമം ഇവയൊക്കെ നടത്തുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തിനും ഭാഗ്യത്തിനും ഒക്കെ കാരണമാകും. വീടില്ലാത്തവർക്ക് വീടൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. മേടരാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥന നടത്തുക. ഈ പ്രവചനം സത്യമായി തീരും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ നല്ല സമയം ഇനി തുടങ്ങാൻ പോവുകയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം വലിയൊരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ വരുന്ന 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു കാണും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുക. ഭൈരവനെ കുരുമുളക് ദീപം കത്തിക്കുക. കാലഭൈരവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോകണം. അവിടെ കുരുമുളക് ദീപം കത്തിച്ചു പ്രാർത്ഥിക്കുക. ഇവരുടെ ദുഃഖത്തിന് ശമനം വന്നു ചേരും. ദുഃഖമൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്ത 3 നക്ഷത്ര ജാതകർ കന്നിക്കോറിലെ ഉത്രവും അത്തവും ചിത്തിരയുമാണ്. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല. എന്നാൽ ഇവരുടെ സകല സങ്കടങ്ങൾക്കും സകല ദുഃഖങ്ങൾക്കും ഒരു അറുതി വന്ന് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കുകയാണ്. ഇവർ ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവരുടെ തടസ്സങ്ങളെല്ലാം മാറി ഇവരുടെ ജീവിതം രക്ഷപ്പെട്ടു തുടങ്ങും. കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജനന സമയപ്രകാരം ചില ഫലാനുഭവത്തിൽ വ്യത്യാസം വരാമെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് മെയ് 1 മുതൽ ഉയർച്ച തന്നെയാകും. ഏറ്റവും അനുകൂലമായ സമയം. സ്വപ്രയത്നത്താലുള്ള ഫലാനുഭവം കൂടുതലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. രോഗമൊക്കെ ഭേദമാകുന്ന സമയമാകും. ആരോഗ്യമൊക്കെ അഭിവൃദ്ധിപ്പെടും. കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കും. പ്രശ്നങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിലെത്തും. ജനിച്ച വീട്ടിൽ നിന്ന് മാറുവാനും സൗഭാഗ്യപൂർണമായ ജീവിതത്തിനും ഇക്കാലത്തിന് നിങ്ങൾക്ക് യോഗമുണ്ട്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ മൂലവും പൂരാടവും ഉത്രാടവുമാണ്. അവർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. കുടുംബക്ഷേത്രത്തിൽ പോകണം. വിളക്ക് വയ്ക്കുക. ദീപം തെളിയിച്ച് ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുക. എല്ലാ മാസവും നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തണം. മഹാമൃത്യുഞ്ജയ മന്ത്രം, ഗായത്രി മന്ത്രം ഇവ ജപിക്കുക. അന്നദാനങ്ങൾ നടത്തുക. വരുന്ന ഏതാനും ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടം, വലിയ ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ജ്യോതിഷവശാൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നടക്കുന്ന സമയമാണ്. ഓരോ മാസവും ഈ നക്ഷത്രക്കാർ തൊട്ടടുത്ത ആഞ്ജനേയ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം വന്നു ചേരും. ചാണക്യന്റെ പ്രവചനം പോലെ ഈ നക്ഷത്ര ജാതകർ കോടീശ്വരരാകും.
ജീവിതത്തിലെ ദുഃഖവും ദുരിതവും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും. അത്രയധികം അനുകൂലമായ ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്ന് മെയ് മാസം 1-ാം തീയതിയാണ്. വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കും. സകല ദുരിതവും ദുഃഖവും മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.